ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഇത് വന്നിട്ട് ചെറുപയറും മത്തങ്ങയുടെ തൊലിയും കൂടി ഇട്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ തോരനിൽ നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് വന്ന് ചെറുപയറാണ്. ഞാനിപ്പോൾ ഈ ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി കല്ലും മണ്ണും ഒന്നും ഇല്ലാതെ നന്നായിട്ട് ഇടഞ്ഞെടുക്കാം. ഈ പയർ എന്തായാലും ആദ്യം നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ പയറായതുകൊണ്ട് തന്നെ ഞാൻ ആവശ്യത്തിൽ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് വേവിക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് വെന്ത് കഴിഞ്ഞ് നമുക്ക് പിന്നെ ആവശ്യമുള്ളത് എടുക്കാം. അപ്പോൾ ആദ്യം ഞാനിതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഒരു ചട്ടി അടുപ്പത്തിൽ വെച്ചിട്ട് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ കഴുകി വൃത്തിയാക്കി എടുത്ത പയർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പയർ വേവിക്കുമ്പോൾ അധികം വെള്ളം ഒഴിക്കാതിരിക്കുക. പയർ വെന്ത് ആ വെള്ളം പറ്റി പയറും പാകമാകത്തക്ക രീതിയിലുള്ള വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. അപ്പം അങ്ങനെ വെള്ളം കുറച്ചെടുത്തിട്ട് പയറും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് പയറിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇതിവിടെ നിന്ന് വേകട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് റെഡിയാക്കി എടുക്കാം. ഇത് വന്നിട്ട് മത്തങ്ങയാണ്. ഇത് നമ്മളുടെ വീടിൻ്റെ അടുത്ത് അമ്മയുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ ഉണ്ടായതാണ്. അപ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. വേറെ വിഷങ്ങളോ വളവോ ഒന്നും ചേർത്തിട്ടില്ല. ചാണകപ്പൊടി മാത്രം ഇട്ടിട്ട് അവർ വളർത്തിയതാണ്. അപ്പോൾ ഇത് ആകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. വേറെ വിഷാംശങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഇത് എടുക്കുന്നതിന് മുമ്പായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് മുറിച്ചെടുക്കാം. ഞാൻ ഇവിടെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്തെ ഈ തൊലിയൊക്കെ അകത്തെ ഈ കുരുവും അതുമൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് കഴുകിയെടുത്തിട്ട് ബാക്കി ചെയ്യാം. അപ്പം ഈ ഒരു ഇത് മതിയാവും. കുറച്ച് എടുക്കണമെങ്കിൽ അത് എടുക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടി എടുക്കാം. പിന്നെ തൊലി എടുത്ത് കഴിഞ്ഞിട്ട് കവറിൽ കെട്ടി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും മതിയാവും. അപ്പം ഇതൊന്ന് എടുത്ത് നോക്കട്ടെ, എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം ഇനി എടുക്കണോ വേണ്ടതെന്ന് നോക്കാൻ. അപ്പം നമുക്ക് ആദ്യം ഇതിനകത്തെ ആ കുരുവും പിന്നെ ഇതും എല്ലാം ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അങ്ങനെ ഞാനത് ഒന്നുകൂടെ ഒന്ന് കഴുകി അതൊന്ന് 2ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. തൊലി എടുക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയാണ് ഞാനത് ഒന്നുകൂടെ മുറിച്ചത്. എന്നിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് തൊലി എടുക്കാം. കുറച്ച് അതിൻ്റെ മാതളവും പിന്നെ ആ തൊലിയും കൂടെ ഇച്ചിരി കട്ടിക്കായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഇത് മൊത്തം നമുക്ക് ആ 2 പീസിൻ്റെ എടുത്ത് നോക്കാം. തികയത്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒരു പീസും കൂടെ മുറിച്ചിട്ട് അതിൻ്റെ തൊലിയും കൂടെ എടുക്കാം. ഇതുപോലെ തൊലിയെല്ലാം ഞാൻ എടുത്തു കഴിഞ്ഞു. ഇനി എടുത്തിട്ട് പിന്നെ മണ്ടയ്ക്ക് കുറച്ച് കട്ടിയുള്ള ഭാഗമുണ്ട്, അതും കൂടി ഒന്ന് ചെത്തിയെടുക്കാം. അങ്ങനെ 2 പീസും കൂടെ എടുക്കട്ടെ. അങ്ങനെ 2 പീസും ഞാൻ വൃത്തിയാക്കി എടുത്തു. രണ്ടും കൂടെ വൃത്തിയാക്കിയപ്പോൾ ഇത്രയും തൊലിയാണ് കിട്ടിയത്. ഇത് മതിയാവും, കുറച്ചേ എടുക്കുന്നുള്ളൂ. പയറും കൂടി ഇടുമ്പം അത്യാവശ്യം ഉണ്ടാവും. അപ്പം ഇത് നമുക്കിനി നമ്മൾ എന്താ പറയുക, ഈ ചക്കക്കുരിയൊക്കെ ചീകി തുറന്നിക്കില്ലേ നൈസായിട്ട് അരിഞ്ഞിട്ട്, ആ ഒരു രീതിയിൽ ഇനി ഇത് അരിഞ്ഞെടുക്കണം. ഞാനിനി ഇത് അരിഞ്ഞെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ എടുത്ത തൊലി മൊത്തം ചീകി നല്ല ചെറുതായിട്ട് അരിഞ്ഞ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പയർ വേകാൻ ഏകദേശം വേകാറായി. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണം. അരപ്പിനായിട്ട് ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 5 അല്ലി വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് 5 അല്ലി എടുത്തത്, പിന്നെ ഒരു 4 ചുമന്നുള്ളി, പിന്നെ കാന്താരി, എരിവിന് ഞാൻ കാന്താരിയാണ് എടുക്കുന്നത്, പിന്നെ കുറച്ച് ജീരകം, ഒരു നുള്ളി ജീരകവും എടുത്തിട്ടുണ്ട്. കാന്താരിക്ക് പകരം പച്ചമുളക് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ കാന്താരി ആയിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ്. അത് ഞാനൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. കാന്താരി എടുക്കുന്നത് കൊണ്ട് തന്നെ കൈ കൊണ്ട് ഒതുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ വേഗം വെച്ച പയർ നല്ലതായിട്ട് വെന്ത് അതിൻ്റെ ആ വെള്ളം എല്ലാം പറ്റി നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തോരന് നമുക്ക് ആവശ്യമില്ല, ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. പിന്നെ പയർ വേവിച്ച് വെച്ചാൽ ചുമ്മാ കഴിക്കാനാണെങ്കിലും നല്ലതല്ലേ, പ്രോട്ടീനൊക്കെ ആയതുകൊണ്ട്. ഈ ഒരു കാലാവസ്ഥയിൽ മുടിക്കുമൊക്കെ ആവശ്യമുള്ള പ്രോട്ടീനാണ്. അപ്പം കുറച്ച് ഏറെ ഞാൻ
വേവിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി പയറും മത്തയുടെ തൊലിയും അരപ്പും എല്ലാം കൂടെ കൂട്ടി നമുക്ക് തോരനാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കടുക് വറക്കാനായിട്ട് ചുമന്നുള്ളി, കറിവേപ്പില, ചുമന്നമുളക് എല്ലാം എടുത്തിട്ടുണ്ട്. ചട്ടിയിലാണ് വെക്കുന്നത്. ചട്ടിയിലാവുമ്പോൾ ചൂട് കൺട്രോൾ ചെയ്യാൻ അറിയണം, അല്ലാന്നുണ്ടെങ്കിൽ അടി പറ്റാൻ, മത്തങ്ങ ആയതുകൊണ്ട് അടി പറ്റാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ചട്ടി വെച്ച് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു. കടുക് പൊട്ടി. നമുക്കിതിലേക്ക് ചുമന്നുള്ളി ചേർത്ത് കൊടുക്കാം. ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചട്ടി ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇട്ടാലും കുറച്ച് കഴിയുന്നുണ്ടെങ്കിൽ അത് ആ ചട്ടിയുടെ ചൂട് കൊണ്ട് നന്നായിട്ട് മൂത്ത് അത് കരിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കറിവേപ്പിലയും മുളകും കൂടി ഈ ഒപ്പം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണേ. അങ്ങനെ ഉള്ളിയുടെ ഒപ്പം തന്നെ കറിവേപ്പിലയും ചുമന്നമുളകും ഇട്ടു. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭാഗം ഇങ്ങനെ കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആദ്യം അരപ്പിട്ട് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പൊന്ന് വാടട്ടെ. മത്തൻ്റെ തൊലി അധികം വേകേണ്ട ആവശ്യമില്ല. തേങ്ങ ഒന്ന് ജസ്റ്റ് വാടിയ ശേഷം മത്തയുടെ തൊലി ഒന്ന് നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഈ അരപ്പുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മളിപ്പോൾ ഇട്ടേക്കുന്നതിന് ഉപ്പ് ഇതുവരെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിന് മാത്രമുള്ള ഉപ്പ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പയറിനിട്ട് ഉപ്പ് എങ്ങനെയാണെന്നുണ്ടെന്ന് നോക്കിയിട്ട് വേണം ഇതിന് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. പയറിന് ഒത്തിരി ഉപ്പുണ്ടെങ്കിൽ അതനുസരിച്ച് ഇതിന് കുറച്ചിടുക. അതെല്ലാം ആവശ്യത്തിനുള്ളതാണെങ്കിൽ ഇതിനുള്ള മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അത്തിപ്പൊത്തി ഒരു 5 മിനിറ്റ് ഒന്ന് വേകാനായിട്ട് വെക്കണം. വേകാനായിട്ട് വെക്കുമ്പം ഞാൻ ഈ ഒരു സ്പൂണിന് 1 സ്പൂണ് അരപ്പിൻ്റെ ആ വെള്ളം ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ചേർത്ത് കൊടുക്കുവാണേ. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് താഴെ മാത്രം അടച്ച് വെച്ചൊന്ന് വേവിച്ചാൽ മതിയാവും. അപ്പോൾ അങ്ങനെയൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് ഇങ്ങനെയൊന്ന് ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഞാൻ ഏകദേശം ഒരു 4 മിനിറ്റ് അടുത്ത് അടച്ച് വെച്ച് വേവിച്ചു. ഇപ്പോൾ ദാ അടപ്പ് തുറന്നപ്പോൾ ദാ ഇങ്ങനെയാണ്. ഒന്ന് വാടിയാൽ മതിയാവും. എളുപ്പം തന്നെ ഈ മത്തയുടെ തൊലി നമുക്ക് പാകമായി കിട്ടും. അപ്പോൾ ദാ ഇങ്ങനെയാണ്. ഇനി നമുക്കിതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമുള്ള പയർ ചേർത്ത് കൊടുക്കാവേ. ഞാൻ എടുത്തതിൻ്റെ ഒരു 1/3 ഭാഗം ഞാൻ ദാ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് അത്തിപ്പൊത്തി ഒരു 2 മിനിറ്റും കൂടെ നമുക്ക് അടച്ചൊന്ന് വേവിച്ച് സെറ്റാക്കി എടുക്കാം. ഇതാ നമ്മുടെ തോരൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. അടിക്കൊന്നും പിടിച്ചിട്ടില്ല, നല്ല ആവി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് മത്തയുടെ തൊലിയും
പയറും കൂടി ഇട്ട് വെക്കുന്ന തോരൻ. അത്യാവശ്യം നല്ല ടേസ്റ്റാണ്. നമ്മൾ പയറും മത്തയും കൂടെ കറി വെക്കുമല്ലോ, ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിന്. അപ്പോൾ ഇതുപോലെ നല്ല മത്തങ്ങയൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അതല്ല കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ നമുക്ക് കഴുകിയിട്ട് മാക്സിമം കഴുകിയെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ എടുക്കുക. ഞാനിതാ ഒരു ബൗളിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ്, നല്ലൊരു മണമാണ് ഇതിനുള്ളത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. ഇത് കഴിച്ചിട്ടുള്ളവരും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടവരും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെന്താ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് ഇനിയും കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.